Hello everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Nadodika 2. Let's watch it. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതിരിക്കുക. വാതിൽ പൊട്ടിയിരിക്കുന്ന കണ്ടു. നേരത്തെ ഇറങ്ങിയല്ലേ? അതിനകത്തിരുന്നിട്ട് വല്ലാത്ത വീർപ്പുണ്ട്. ചായ ഉണ്ടാക്കിട്ട് വിളിക്കാന്ന് വെച്ചപ്പോ ആളില്ല. അതുകൊണ്ട് കൂടി ഇറങ്ങി പോകുന്നത്. എങ്കിലത് വളരെ ബോറായിപ്പോയെന്ന് ഞാൻ പറയും. സത്യം പറയാലോ, ഇന്നുവരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനൊരു ഭാരമായിരുന്നു. അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിരിക്കാമെന്നല്ല, ആണ്. എങ്കിലങ്ങനെ ഒരുപാട് കോംപ്ലക്സുകളുണ്ട് അല്ലേ? ഇല്ല, ഒന്നേ ഒന്ന് മാത്രം. ഇൻഫീരിയർ ടു എവരിബഡി. സത്യത്തിൽ കോംപ്ലക്സ് അല്ലത്, വെറും പരമാർത്ഥം. വല്ലാത്ത ഒന്നാണ്. രാധയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. വ്യക്തിപരമായി ഒരു ലക്ഷ്യമില്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എന്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയൊന്നും ബാക്കിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അപ്പോഴിപ്പം ഞാൻ വെറുതെ പറയുകയല്ല. തനിച്ചൊന്ന് കരുതുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ? എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. Both are looking so cute. Want a graduate typist? Yes. தலைவர் வந்துட்டார். அரே தலைவர் கோவை வெங்கடேசன். வாங்க. എനിക്ക് അവളെ കാണണ്ട. അവൾ കൂട്ടാ വരാൻ നല്ലത്. ഇല്ലെങ്കിൽ തല വെട്ടിക്കളയും. ഒന്ന് പോണം മിസ്റ്റർ. അല്ലേ പയ്യൻ വരമാട്ടാണ്. ഓഹോ. എന്താ എന്താ എന്നെ പറ്റി ഉനക്ക് தெரியாதா? നിങ്ങൾ മലയാളിയല്ലേ? മലയാളത്തിൽ പറയാം. എനിക്ക് മലയാളം അറിയാം. പാവങ്ങളെ ചികിത്സിക്കാനുള്ള സർക്കാർ ആശുപത്രിയല്ലല്ലോ ഉദ്ദേശം. പ്രൈവറ്റ് നഴ്സിംഗ് ഹോം അല്ലേ? ആർക്ക് വേണ്ടി? ഞാൻ മലയാളി തന്നെയാ. പാലക്കാടുകാരൻ വെങ്കടേശൻ. അന്ത പാലക്കാട് വെങ്കടേശൻ എന്ന സാധാരണയാളിൽ നിന്ന് இந்த கோவை വെങ്കടേശൻ എന്ന നിലയിലേക്ക് വളർന്നത് തെറ്റല്ല. ഉന്നമാതിരി ഒത്തിരി ആളുകളെ കണ്ടും ഒതുക്കിയും ഒക്കെ തന്നെയാ. അതുകൊണ്ട് ഗലാട്ട ഉണ്ടാക്കാതെ തന്റെ വീട്ടിൽ പറയിക്കൂ. ഇല്ലെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ല. നിങ്ങൾ പാലക്കാടുകാരൻ വെങ്കടേശൻ എന്ന് ഇപ്പൊ കോവൈ വെങ്കടേശൻ ആയതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നെ ഒതുക്കാൻ വന്നാലുണ്ടല്ലോ. അപ്പടിയാ പറവായില്ലേ? അതെ. என்னாச்சுன்னு அவன் காலி பண்ண மாட்டான். போகலாம். Where is that friend? Na? ആ വെങ്കടേശൻ വന്നിരുന്നല്ലേ? മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താ അവൻ ആശുപത്രിയായിട്ടാ വന്നേക്കുന്നത്. എന്നിട്ടൊന്നുമില്ല. ഭ്രാന്ത് പിടിക്കാൻ എന്തുണ്ടായി? എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരു ജോലിയില്ല. എത്ര ദിവസം കഴിയും? ഉച്ചയ്ക്ക് രാധയുടെ അമ്മ ചോറും കറി എടുത്തിട്ട് മുറിയിലേക്ക് വന്നേക്കുന്നു. കിടപ്പിലായി പോയ രോഗിയുടെ അവസ്ഥ. ജോലി ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജോലി കണ്ടെത്തിയാൽ മതി. ദാസം കുറച്ച് ദുരഭിമാനമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഞാനോ? ദുരഭിമാനവും ഇല്ല, ഇപ്പൊ അഭിമാനവും ഇല്ല. ഞാൻ ഉപദേശിക്കൊന്നുമില്ല. ഈ തെരുവിലൊക്കെ കാണാറില്ലേ സൈക്കിളിൽ കുട്ടി കുട്ടിയെന്ന് വിളിച്ചോണ്ട് ചിലർ പോകുന്നത്? കാലിക്കുപ്പി കച്ചവടം ചെയ്യുന്നവരാ. അവര് ചെയ്യുന്നതും വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യൂന്ന് നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. എന്ത് ജോലി ചെയ്യാനും ഞാനിപ്പോ റെഡിയാ. എങ്കിൽ പിന്നെ മടിച്ചു നിൽക്കണ്ട. സ്വയം ചിന്തിച്ചു നോക്ക്. ഒരു ജോലി മനസ്സിൽ കണ്ടെത്ത്. എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യം തോന്നെങ്കിൽ കുറച്ച് രൂപയൊക്കെ എനിക്കും കടന്നുതരാൻ പറ്റും. പലിശ കൂട്ടി തിരിച്ചു തന്നാ മതി. കത്രിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ്. തക്കാളി, കത്രിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക. Oh man, what all things he is doing.
You have to survive. No? Yeah. തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, കീര, പുടലങ്ങ. தக்காளி என்ன விலை? கிலோ 5 ரூபா. 5 அப்படின்னா? அப்படின்னா நல்ல அழகான தக்காளி. இது பார்த்தாச்சா? முருங்கைக்காய் பார்த்தாச்சா? இந்த வெண்டைக்காய் பாருங்க. இந்த வெங்காயம். இது பார்த்தாச்சா? 1/2 கிலோ போடட்டுமா? சரி போடு. தக்காளி, பாவக்காய், உருளைக்கிழங்கு, புடலங்க. Oh, that friend. தாத்தா தாத்தா വിജയ, നീ എവിടെയായിരുന്നു? ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് റൂം പോയപ്പോ ആ പെണ്ണിന്റെ അമ്മയെ കണ്ടു. നിന്റെ കാര്യം പറഞ്ഞു. നല്ല ആളുകൾക്ക് ഈ ഭൂമിയിൽ അധികം വാഴ്ചയില്ലെന്ന് മനസ്സിലാക്കാൻ. നിനക്ക് ജോലി വല്ലായ? എവിടുന്ന്? നാട്ടിലുള്ള പഴയ ഒരു ചീട്ടുകളി സഹാബിനെ കണ്ടു. അവന്റെ കൂടെ ആയിരുന്നു 1-2 ദിവസം. ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു. ഇരിക്കുന്ന ജോലിയാണേ. ഞാനിങ്ങ് പോകുന്നു. നീ ബികോം ഫസ്റ്റ് ക്ലാസ് ഒക്കെ മതിയാക്കിയോ? എന്ത് ബികോം? എങ്ങനെയെങ്കിലും വിശപ്പ് മാറണം. ആ പെണ്ണും നീ തമ്മിൽ ലെപ്പായോ? പോടാ അവിടുന്ന്. ആവശ്യമില്ലാത്ത കാര്യം അവനറിയണം. വിജയ, നീ ഇതുപോലെ വല്ല പണിയും പോകും. ഈ പണി ഞാനാ? എന്താ? അതിന് അവിടുന്ന് ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. 1/2 കിലോ വെങ്കായം കൊടുപ്പാ. നിന്റെ ജോലി നടക്കട്ടെ, ഞാൻ റൂമിൽ കാണും. வெங்காயம் கொடுப்ப. எவ்வளோ? 1/2 கிலோ. பிளாஸ்டிக் பக்கெட், பிளாஸ்டிக் சாமான் வாங்குறையோ? Good, sab clear. Sab clear. பிளாஸ்டிக் பக்கெட், பிளாஸ்டிக் சாமான் வாங்குறையோ? சாமான், பிளாஸ்டிக் பக்கெட். അമ്മേ, അമ്മേ. അമ്മ കുളിക്കാണ്. ആദ്യം ഈ മീനെ കൊണ്ടുവച്ചേ, വെള്ളത്തിലിട്ടെ. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്? ഇത് നിങ്ങൾക്കല്ല, ഞാനിന്ന് ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കൊണ്ടുവച്ചിട്ടോ, മുതലാളിക്ക് കണക്ക് തരണ്ടേ? ഏത് മുതലാളി? കൊണ്ടുവച്ചിട്ട് വന്നേ. Finally, we have seen a crash. എന്തിനാ മുതലാളി വിളിച്ചത്? സംശയം എന്താ? മുതലാളിയല്ല, ഫൈനാൻസർ, പ്ലെയർ. എന്റെ ബിസിനസ് മോശമല്ലായിരുന്നു, പക്ഷെ ഇത് ടഫ് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണെന്ന് മനസ്സിലായി. ഇന്നത്തെ വരവ് അങ്ങോട്ട് ഏൽപ്പിക്കാം. ഒന്നും വേണ്ട, വെറുതെ ഇല്ല, പിന്നെ തന്നാ മതി. എന്റെ ഇരുന്ന് ചെലവായി പോവും. അങ്ങനെ ചെലവായി പറ്റില്ലല്ലോ. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണുകയില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ. ഇതില് മാത്രമല്ല, എല്ലാറ്റിനും വഴക്ക് പറയാൻ, ശാസിക്കാൻ, നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സ്വന്തം വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരത്താണി. മേലെപ്പടി മണ്ണും പൊടിയാ. ഞാനൊന്ന് കുളിക്കട്ടെ. മീൻകറി നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കണം. വൈശാഖ സന്ധ്യ ചുണ്ടിലെന്തേ അരുസഖിതൻ കാന്തിയോ ഓമനേ പറയൂ Oh, that place, Dubai. ലാവണ്യം വൈശാഖ സന്ധ്യ
ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം പൂത്തു വിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു വൈശാഖ സന്ധ്യ ചുണ്ടിലെ സഹിത Oh. Oh. വൈശാഖ Dreaming. ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റി കൊടുക്കാൻ അവളല്ലേ. ചിലപ്പോൾ അവനൊരു ചേരിയാണെന്ന് അവൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവളെ ഇനി ആഫീസിൽ വെച്ചോണ്ടിരിക്കുന്ന ആവത്താണ്. കഴിഞ്ഞേക്കും. അവളെ ജോലിന്ന് പിരിച്ചുവിടുക, അതേ ഉള്ളൂ വഴി. അതേ ഉള്ളൂ വഴി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാളെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. എന്തൊക്കെ വരട്ട് ന്യായം പറഞ്ഞ് അന്ന് ഞങ്ങൾ അയാൾ ജോലിന്ന് പിരിച്ചുവിട്ടു. ഇല്ലാതായിപ്പോയി. ഇതങ്ങനെയല്ലല്ലോ കേസ്. രാധ കാരണമൊന്നും ചോദിച്ചില്ലേ? വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയി. ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ഭൂർശാസികളെ തലവെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ മുന്നോട്ട് ചെയ്യട്ടോ. ഈ വേണ്ട മനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. വേണം, കുഴപ്പം വേണം. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് ഒരു കുഴപ്പം വേണം. നിങ്ങളെങ്കിലും പറ്റി നടക്കില്ല. എന്തായാലും ഞാൻ 4 കാശ് സമ്പാദിക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ നമ്പ്യാരോട് 2 വാക്ക് ചോദിക്കണം. അതൊന്നും വേണ്ട. പ്ലീസ്, എന്നെ ആരും തടയരുത്. നിങ്ങൾക്കാർക്കും വേണ്ടിയില്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പ്യാരോട് 2 വാക്ക് ചോദിക്കണം. പ്ലീസ് പ്ലീസ്. നീ എങ്ങോട്ടാ? രാധേ, അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നത് നിനക്ക് ഒരു വിഷമമില്ല. ഇല്ല. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ഞാനിവിടെ ജോലിയില്ലാതെ തെണ്ടിക്കോട്ടെ. അതെ, നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവരാണ്. ആണ് ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ? അല്ല. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. കൈയക്ഷരം മോശമായതിന് പേരെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്. എന്നിട്ട് എന്തായി? യൂട്യൂബ് ബ്രൂട്ടസ് ഇല്ല. Everything so nice, huh? So nice. Thoda he started selling vegetables. Thoda settle ho raha hai now, and he also dreaming, huh? Dreaming about that kid and everything. Family and settled with छोटा सा girl scooter. तो वो era वो वही era था. It was so nice. But now she also lost his job because her I job. CID वाला scene आ जिससे
But वही ना यार, एक तो इतना misconfusion हो गया है and now this thing. Misconfusion ही confusion. Confusion, confusion. Sorry, but now we'll see like how the things go. And how's it gonna end? now? Yeah, Because after this is the climax only now climax mostly. part. So Cool guys. So we'll wait for that. Take care. wait Bye-bye. for more videos. Bye bye. Yeah. Bye bye.